ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 1 തീയതി രാവിലെ തന്നെ ആശീർവാദ് സിനിമാസിന്റെ ഒരു സിനിമയുടെ പ്രഖ്യാപനം വരുന്നു എന്ന് നാം കേട്ടപ്പോൾ തന്നെ അത് വീഡിയോ ആയിട്ട് പ്രേക്ഷകരെ അറിയിച്ചത് ലാലേട്ടൻ സിനിമയുടെ പ്രഖ്യാപനമായിരിക്കും. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ സിനിമയുടെ പ്രഖ്യാപനമായേക്കാം തുടങ്ങിയ റിപ്പോർട്ടുകളായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ലാലേട്ടൻ അല്ല നായകൻ. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെ ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ നായികാവേഷത്തിലെത്തുകയാണ്. ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിച്ച് തുടക്കം കുറിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. സിനിമയുടെ പേര് പോലും തുടക്കം എന്നാണ്. സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 5 മണിയോടെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കാണുന്ന ടൈറ്റിൽ പോസ്റ്റർ, ടൈറ്റിൽ ഫോണ്ട് എല്ലാം തന്നെ കാണുമ്പോൾ സിനിമ ഒരു ആക്ഷൻ സിനിമയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആകെ മൊത്തത്തിലുള്ള ഫോണ്ട് എല്ലാം തന്നെ കാണുമ്പോൾ ഒരു മലമ്പ്രദേശത്ത് നടക്കുന്ന കഥയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ലൊരു തുടക്കമാകട്ടെ വിസ്മയ മോഹൻലാലിന് ഈ സിനിമ എന്ന് ആശംസിക്കാം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ലാലേട്ടന്റെ ഡേറ്റിനായിട്ട് കാത്തിരുന്ന ഒരു സംവിധായകനായിരുന്നു ജൂഡ് ആന്റണി. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ കുറിപ്പ് പോലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ അവകാശവാദങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു കുഞ്ഞു സിനിമ എന്നും എന്റെ മനസ്സ് പറയുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നതും അത്തരം ഒരു സിനിമയാണ് എന്നാണ് ജൂഡ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നേരത്തെ ആദി എന്ന സിനിമയിൽ പ്രണവ് മോഹൻലാൽ അരങ്ങേറ്റം കുറിച്ചപ്പോൾ ആ സിനിമയിൽ ഗസ്റ്റ് റോളിൽ ലാലേട്ടൻ എത്തിയതുപോലെ ഈ സിനിമയിലും ജൂഡിന്റെ സിനിമയിലും വിസ്മയ മോഹൻലാൽ നായികവേഷത്തിലെത്തുന്ന സിനിമയിലും ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ഇത്തവണ ആദിയിലേതുപോലെ ഒരു ഗസ്റ്റ് റോൾ ആയിരിക്കില്ല, മറിച്ച് ഒരു കാമിയോ റോൾ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാണ് സിനിമയുടെ ഷൂട്ടിംഗ് എന്നെല്ലാം തന്നെയാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ സിനിമാസാണ് സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന വിസ്മയ മോഹൻലാൽ സിനിമയുടെ പേര് തുടക്കം. ജൂഡിന്റെ കരിയർ പോലും നോക്കുകയാണെങ്കിൽ ജൂഡിന്റെ ഭൂരിഭാഗം സിനിമകളും ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ്. ഒരു മുത്തശ്ശി കഥയാണെങ്കിലും ഓം ശാന്തി ഓശാന ആയാലും സാറാ സലാം തന്നെ അതിൽ പെടുന്നതാണ്. 2018 വലിയ വിജയത്തിന് ശേഷമാണ് ജൂഡ് അടുത്ത സിനിമ സംവിധാനം ചെയ്യാനായിട്ട് നമ്മുടെ ലാലേട്ടന്റെ മകളെ സമീപിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രണവിന് ആദ്യ പോലെ തന്നെ ലാലേട്ടന്റെ മകൾക്ക് ഈ സിനിമ തുടക്കം വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ സിനിമ വാർത്തകൾക്ക്.